അപ്പോൾ ഞാനും ചിക്കനായിട്ട് ഇന്നൊരു യുദ്ധം നടത്താൻ പോവാണ് കേട്ടോ. ഇന്നൊരു ബിരിയാണി വെപ്പാണ്. അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടി ചിക്കനെ അറിഞ്ഞും മുറിഞ്ഞും മുറിച്ചെടുത്തു. പിന്നെ ആദ്യമായിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടിയൊന്ന് വെക്കണം കേട്ടോ. ഉപ്പിട്ടു, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെന്താ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി, എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കുക. പക്ഷേ ഇവിടെ എരിവ് കുറവായതുകൊണ്ട് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എരിവ് കൂടുതൽ വേണ്ടുന്ന ആളാണെങ്കിൽ കുറച്ചധികം എരിവില്ല മുളക് പൊടി ഇടാം. ഞാനിപ്പം കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ, കുട്ടികൾക്ക് എരിവ് വേണ്ട ഇവിടെ. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് നല്ല മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ നല്ലപോലെ ചിക്കനിൽ പിടിക്കും. അതിന് ശേഷമാണ് പിന്നെ അടുത്ത സാധനം അതിലേക്ക് ചേർക്കേണ്ടു. അപ്പോൾ ഞാനൊന്ന് നല്ല മിക്സ് ചെയ്ത് വെക്കട്ടെ. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഇഞ്ചി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് കറിവേപ്പില ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുക്കട്ടെ. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയും ചിരവി ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തേങ്ങ ഇട്ടിട്ടുള്ള ബിരിയാണിയാണ്. തേങ്ങ ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും മറ്റേത് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അത് കറിവേപ്പില തേങ്ങയും കൂടിയും ഒന്ന് അത് ചതക്കിയെടുത്തു. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതും പിന്നെ കുറച്ച് നേരം കൂടി അവിടെ വെക്കുക. നമ്മുടെ മസാല റെഡിയാവുന്നത് വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏത് എണ്ണയാണോ എടുക്കുന്നത് അപ്പോൾ ആ എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് തക്കാളി വേണം. ചെറുങ്ങനായിട്ട് മുറിച്ചിട്ട് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം. അപ്പോൾ ഞാൻ ഒരു 2 തക്കാളി ഞാൻ വലിയ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചോറിൻ്റെ പരിപാടി നോക്കണം. കുറച്ച് നെയ്യോ എണ്ണയോ ചൂടാക്കിയിട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇടാം. പിന്നെ പെരിഞ്ജീരകം കേട്ടോ, പെരിഞ്ജീരകവും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണിത്. അപ്പോൾ ബസ്മതി റൈസാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് ഞാൻ. അപ്പോൾ ബസ്മതി റൈസ് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം പിന്നെ അതിന് കണക്കായിട്ടുള്ള വെള്ളം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വീതം വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം തിളച്ചതിന് ശേഷം പിന്നെ സിമ്മിൽ വെച്ച് വേവിക്കാം. അപ്പം ഇപ്പം ചിക്കനിലേക്ക് ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ടു കേട്ടോ. അത് ഞാൻ സ്കിപ്പായിപ്പോയി. അതൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊന്ന് പച്ചവെള്ളം മാറിയതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് വേവിക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് വേവിച്ചിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇത്തിരി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം മസാല റെഡിയായി. അപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടനാണ് ദമ്മിടുന്നതിൻ്റെ ആൾ, ചിക്കൻ ദമ്മിട്ട് വെക്കുന്ന ആൾ ഏട്ടനാണ്. അപ്പോൾ മല്ലിയിലയൊക്കെ ഇങ്ങനെ വലുപ്പത്തിലാണ് മുറിച്ചിടുന്നത്. അപ്പോൾ മല്ലിയില മുറിച്ചതും പുതിനയില ഇട്ടു. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആ പാത്രത്തിൽ തന്നെ തട്ടുവാണ് കേട്ടോ, തട്ടി എടുക്കുവാണ്. അപ്പോൾ അതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ദമ്മിട്ടതിന് ശേഷം ഇതാ പപ്പടം കാച്ചലാണ്. അപ്പോൾ ഞാൻ പപ്പടം കാച്ചിട്ടില്ലേന്ന് വന്നിട്ട് ചോദിക്കുവാണ് എൻ്റെ അടുത്ത്. ഞാനതും ഉണ്ടാക്കി ഞാനങ്ങോട്ട് പോയി. അല്ല നടക്കുക ബിരിയാണിയിലാക്കി വെച്ച് പപ്പടം പോലും കാച്ചാൻ കയ്യില്ല. അയ്യോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആ ഒരൊറ്റ വീഡിയോ കയറിയിട്ടില്ല. പിന്നെ ഒരു വീഡിയോ കയറിയില്ല. അന്ന് 2.3K ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ദേവൂട്ടി ഉറങ്ങി കേട്ടോ. ഇനി ദേവൂട്ടീനെ വിളിച്ച് എണീപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ബിരിയാണിയൊക്കെ വിളമ്പി ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ടേക്ക് കെയർ. ലവ് യു. ബൈ.